നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ജൂൺ 4 കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പണിയുണ്ടാവില്ല എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ പറയുന്നത്. അതോടൊപ്പം തന്നെ മമതാ ബാനർജിയും ലാലു പ്രസാദ് യാദവും രാജ്യത്ത് കാറ്റു മാറി വീശുകയാണ്, ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എന്നുള്ളതും പറയുന്നു. എന്നാൽ 400 സീറ്റിലധികം നേടിക്കൊണ്ട് അധികാരം നേടുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. ഒപ്പം ഇപ്പോൾ തന്നെ 310-ലേറെ സീറ്റുകൾ നേടിക്കഴിഞ്ഞുവെന്ന് അമിത്ഷായും പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം മാത്രം അവശേഷിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇത്രയേറെ ആത്മവിശ്വാസം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി ഇന്ത്യ മുന്നണി നേതാക്കൾ സംസാരിക്കുന്നത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജിയാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ശിവജി, വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മോദിക്കും അമിത്ഷായ്ക്കും ജൂൺ 4 കഴിഞ്ഞാൽ പണിയുണ്ടാവില്ല, തൊഴിൽ രഹിതരാവും എന്നൊക്കെ ഖാർഗെ പറയുന്നത്. എന്തുകൊണ്ടാവും ഇന്ത്യ മുന്നണിക്ക് ഇങ്ങനെ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ ഉണ്ടാവുന്നത്? ഇപ്പൊ ഖാർഗെ അങ്ങനെ പറയുന്നത് എന്താണെന്നറിയോ? ഇനി ഒരു കുറച്ച് സീറ്റുകളുണ്ടല്ലോ, ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ കാര്യങ്ങളായതുകൊണ്ട് ഇവർ ഹിന്ദിയിൽ പറയുമ്പോൾ ഇനിയുള്ള ആ മേഖലയിലുള്ളവരെങ്കിലും മനസ്സിലാക്കി, അല്ലെങ്കിൽ മോദി അത്ര മോശക്കാരനാണെന്ന് വരുത്തി നിർത്തി, എൻ ഡി അത്ര മോശക്കാരനാണെന്ന് വരുത്തി നിർത്തി അവിടുന്നെങ്കിലും ഒരു 2 സീറ്റെങ്കിലും കിട്ടിയിട്ടെന്ന് ഓർത്തിട്ട് മാത്രമാണ് പുള്ളി പറയുന്നത്. അല്ലാണ്ട് ഇതൊക്കെ വെറും മോഹം. ഈ വെട്ടിക്കൂട്ടെന്ന് പറയണറിയില്ല. നമ്മൾ മീൻകടയിൽ പോയി കഴിഞ്ഞാൽ നല്ല മീനും തരും, അതിൽ വെട്ടിക്കൂട്ടും തരും, കണ്ട അതും ഇതൊക്കെ കൂടിയിട്ട്. എന്നുപോലെ ഇതിപ്പോ ഒരു വെട്ടിക്കൂട്ട് സംഭവമാണ്. ഇവരെങ്ങാനും കയറി കഴിഞ്ഞാൽ ഇവിടെ നടക്കണ അടിക്കും വല്ല പഞ്ഞം ഉണ്ടാവും, നമുക്കറിയാലോ. കാരണം അധികാരത്തിന് വേണ്ടി എന്തെല്ലാം തർക്കം ഉണ്ടാവും. അതായത് സംസ്ഥാനങ്ങളിൽ പോലും ചെറിയൊരു കാര്യങ്ങൾക്ക് തർക്കം ഉണ്ടാവുമ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം മുതൽ ഇങ്ങോട്ട് താഴേക്ക് പിയുടെ ജോലിക്ക് വരെ ഇവിടെ അടിയുണ്ടാവും. താങ്കളുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഈ ബി.ജെ.പിയിൽ ഇങ്ങനെ തർക്കങ്ങളൊന്നും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് എന്ന്. ബി.ജെ.പിക്ക് ഒരു പാർട്ടിക്ക് ഉള്ളിൽ തർക്കമാണെങ്കിൽ കുഴപ്പമുണ്ടല്ലോ. ഇത് അങ്ങനെയല്ലോ. ഇത് എത്ര എണ്ണോ പ്രാദേശിക പാർട്ടികളെല്ലാം ചേർന്ന് വളരെ വിജയകരമായി 10 വർഷം ഭരിച്ച ചരിത്രം ഇന്ത്യക്കില്ലേ? 2004 മുതൽ 2014 വരെ ഇനി ഇന്ത്യയിൽ അത് ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അത് ഇന്ത്യയുടെ നാശമാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു ഭരണം ഇനി വന്നാൽ ഇന്ത്യയുടെ നാശമാണ്. അതെങ്ങനെയാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? ഒരു ഭരണം വന്നാൽ ഇന്ത്യയുടെ നാശമാണ്. നിങ്ങൾ ജയിക്കുമോ തോക്കുമോ എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ഭരണം 10 കൊല്ലം UPA ഭരിച്ചുകൊണ്ട് ഇന്ത്യ നശിച്ചുപോയോ? ഇല്ലല്ലോ. ഇന്ത്യ ഒരുപാട് മേഖലയിൽ ഒരുപാട് പുരോഗമിച്ചില്ലേ? അതെ, ഇവര് തന്നെ പറഞ്ഞാണല്ലോ ആ കാലഘട്ടം മാറിയുന്നത്. ആ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾ മാറ്റി ചിന്തിക്കണം. ശക്തനായ ഒരു പ്രധാനമന്ത്രി ഇപ്പോൾ തൽക്കാലം പ്രധാനമന്ത്രി ആകാൻ പറ്റും ഒരാളും വേറെ ഇന്ത്യയിലില്ല. ശരി, അത് താങ്കളുടെ അഭിപ്രായം തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ അഭിപ്രായമാണോന്നില്ല. എന്തായാലും പോട്ടെ. എന്തായാലും നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് കൂടി കിടക്കാം. ശ്രീ രവിചന്ദ്രൻ പിള്ളയാണ്. ശ്രീ രവിചന്ദ്രൻ പിള്ള, ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു ജൂൺ 4 കഴിഞ്ഞാൽ മോദിക്കും അമിത്ഷായ്ക്കും തൊഴിൽരഹിതരാവും എന്നുവരെ കടത്തി പറയുന്നുണ്ട്. എന്താവും ഇപ്പോൾ ഇങ്ങനെ ഒരു ആത്മവിശ്വാസം അവർക്ക് തോന്നാൻ കാരണം? അതോ വെറുതെ ഒരു വോട്ട് കിട്ടാൻ വേണ്ടി ഒരു തട്ടിവിടൽ മാത്രമാണോ? ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾക്ക് പ്രതികരിക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഏതായാലും ഒരു 130 മണിക്കൂർ ഇനി ബാക്കിയുള്ളൂ. വെറും 130 മണിക്കൂർ. ഈ 130 മണിക്കൂർ കഴിയുമ്പോൾ മേഘവിസ്ഫോടനം നടക്കുമോ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പറയാം. ഇപ്പോഴത്തെ പുതിയ വാചകമൊക്കെ ആണല്ലോ മേഘവിസ്ഫോടനമൊക്കെ. അപ്പോ ഈ ഇന്ത്യ മുന്നണി ഒരു ശക്തമായ പ്രതിപക്ഷമായിട്ടെങ്കിലും വരണേന്ന് സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷം ഇല്ലാത്തതിന്റെ ഒരു ദൗർബല്യമാണ് നമ്മൾ ഇത്രയും നാളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരിക്കാൻ മോഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹലോ, കേൾക്കാം. താങ്കൾ പറയുന്നത് പൂർണ്ണമായും കേൾക്കാം, പറഞ്ഞോളൂ. അതിന്റെ കാരണം ഇവിടുത്തെ ഇന്ത്യയുടെ പ്രവർത്തനവും ഇവിടെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനവും തമ്മിലുള്ള അന്തരമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ആ മുന്നണി യോജിപ്പിലല്ല സുഹൃത്തെ. അല്ല, ആരെങ്കിലുമൊക്കെ ഇടന്തോടിയിട്ട് നിൽപ്പുണ്ട്. അത് ഏത് പാർട്ടി എടുത്താലും ശരി, കോൺഗ്രസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും ഒരു അർത്ഥസംഖ്യയോടെയാണ് ഈ മുന്നണിയിൽ ഇപ്പൊ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ അവസാന ലാപ്പി വന്നപ്പോഴത്തേക്ക് ഒരു അല്പം ഉഷാറൊക്കെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് ആദ്യം മുതലേ ഇത് നേരത്തെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ഇവർക്ക് ഭരണമില്ലായിരുന്നു, ഇവർക്ക് അതിനുള്ള ചുമതലകളൊന്നും ഇല്ലായിരുന്നു. മറ്റേ NDA സഖ്യത്തിന് ഭരണം ഉണ്ടായിരുന്നു. ഇവർക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാനൊക്കെ. പക്ഷേ കതിരെ കൊണ്ട് വളം വയ്ക്കും പോലെ അവസാന കാലത്ത് വന്ന ഒരു ഉണർവ് മാത്രമേ ഇവർക്കുള്ളൂ.
ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ജമാലാണ് പാലക്കാട് നിന്നും. ശ്രീ ജമാൽ, ഈ അവസാന നിമിഷം ഇന്ത്യ മുന്നണി നേതാക്കളൊക്കെ വലിയ ആത്മവിശ്വാസം പറയുകയാണ്. മോദിക്കും അമിത്ഷായ്ക്കും തൊഴിൽരഹിതരാവും എന്ന് വരെ പറയുന്നുണ്ട് ഖാർഗെ. എന്നാൽ മറിച്ച് ഇന്ത്യ മുന്നണി NDA നേതാക്കൾ മോദി ആയാലും അമിത്ഷാ ആയാലും ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ജയിക്കും എന്ന് തന്നെ പറയുന്നു. എന്താവും ഈ അവസാന നിമിഷം ഇതുവരെ ഇല്ലാത്ത ഒരു ആത്മവിശ്വാസത്തിലേക്ക് ഈ ഇന്ത്യ മുന്നണി വരാൻ കാരണം? ഇതിന് മുമ്പ് സംസാരിച്ച രണ്ട് സുഹൃത്തുക്കൾ മലർപ്പൊടിക്കാർ സ്വപ്നം കണ്ട പോലെയാണ്. പോട്ടെ, അവരുടെ അഭിപ്രായം പറയുന്നു, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അവരുടെ അഭിപ്രായം തന്നെ എന്റെ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. പക്ഷെ അവർ പറയുമ്പോ കുറച്ച് കടത്തി പറയുന്നുണ്ട്. ഇവരങ്ങനെയാകും, ഇവരിങ്ങനെയാകും. ഇനിയിപ്പോ 10 കൊല്ലത്തെ ഈ ഭരണം കൊണ്ട്, ഈ 10 വർഷത്തെ മോദി ഭരണം കൊണ്ട് ഇന്ത്യയിലുണ്ടായ വികസനം മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയും. പ്രവർത്തനം ഒറ്റതേ ഉണ്ടായുള്ള വികസനം. ക്ഷേത്രം, മതം, അതിന്റെ നിറം, വസ്ത്രം, ഇങ്ങനെ ആഹാരം. നമ്മുടെ ചോദ്യം അതല്ല, അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. നമ്മുടെ ചോദ്യം ഇപ്പോൾ ഇങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനകത്ത് കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോ ഒരിക്കലും ഈ 10 വർഷം 2 തവണ 2014-ലും 19-ലും മോദിക്ക് എന്തായിരുന്നു ആത്മവിശ്വാസം, അല്ലെങ്കിൽ BJPക്കാർക്ക് എന്തായിരുന്നു ആത്മവിശ്വാസം, അതേ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിയിലുള്ള നേതാക്കൾക്ക് കണ്ടുകൂടെ? അത് കാണാനുള്ള അവകാശം ശരി, പൂർണ്ണമായും അങ്ങനെ ഒരു അവകാശം അവർക്കുണ്ട്. എന്തായാലും നമുക്ക് മറ്റു അങ്ങനെ തല്ലും ഇങ്ങനെ തല്ലും എന്ന് ഇവർ പ്രവചിക്കാൻ ആരാ? ശരി, അത് ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയുന്നു. താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടുകൂടി ഇന്ത്യ മുന്നണി നേതാക്കൾ ഇത്രയൊക്കെ പറയുന്നെങ്കിൽ ആ ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, അതോ വെറുതെ തള്ളുന്നതാണോ? മോദി ആത്മവിശ്വാസത്തിന്റെ നെറുകയിൽ നിന്നിട്ട് ഇപ്പൊ അവസാനമായിട്ട് ഈ മൗനവ്രതത്തിലേക്ക് പോവുകയാണ്. ഇത് കുറച്ച് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വായു മലിനീകരണം കുറച്ച് കുറഞ്ഞു കിട്ടിയിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, ഇത്തവണത്തെ പെർസെന്റേജ് ഓഫ് വോട്ടിങ്ങും അതുപോലെ തന്നെ പാറ്റേൺ ഓഫ് വോട്ടിംഗ് ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ 19 പോലെ അതിന് മുമ്പത്തെ പോലെ അല്ല, വളരെ കുറവും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പല ആൾക്കാരും വോട്ട് ചെയ്തിട്ടില്ല, ഞാൻ പോലും വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അല്ല, അതുകൊണ്ടല്ല വോട്ട് ചെയ്യാറുന്നത്. സാർ മടുത്തുപോയി സാറേ, സത്യത്തിൽ മടുത്തു. അതാണോ താങ്കൾ വോട്ട് രേഖപ്പെടുത്താതെ എങ്ങനെയാണ് മടുത്തതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വോട്ട് രേഖപ്പെടുത്തെങ്കിൽ മാത്രമല്ലേ അനുഭവങ്ങൾ അല്ല, നിലവിലുള്ള അനുഭവങ്ങള് മറ്റു പഴയ കാര്യങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഞാനൊരു സീനിയർ സിറ്റിസനാണ്, ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. എന്തായാലും ഞാൻ തുറന്നു പറഞ്ഞാണ്, എന്റെ മനസ്സിൽ കിടക്കാത്തത് ഞാൻ 18 പറഞ്ഞു. ആരായാലും നമ്മൾ വോട്ട് ചെയ്യുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടയ്ക്ക് അടക്കം വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ ജനാധിപത്യപരമായ അവകാശവും ഉത്തരവാദിത്വമാണ് വോട്ട് ചെയ്യുക. ഒന്ന് തന്നെയാണ് നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നതും ചെയ്യുന്നതും ഒന്ന് തന്നെയാണ്. അതൊരു അർത്ഥമൊന്നുമില്ല സാറേ, അത് അർത്ഥമില്ല. പിന്നെ അല്ല, ഒന്നും കൂടി പറയട്ടെ. അപ്പൊ ഈ പാറ്റേൺ ഓഫ് വോട്ടിംഗ്, പിന്നെ പെർസെന്റേജ് ഓഫ് വോട്ടിങ്ങിന്റെ കുറവ്, ഇതൊക്കെ സൂചിപ്പിക്കാൻ പോണത് ഇത്തവണത്തെ എനിക്ക് തോന്നുന്നത് ഒരു തൂക്ക് സഭയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മുന്നണിക്കും വൻ ഭൂരിപക്ഷം നല്ല ചെറിയതിൽ വല്ല ചിലപ്പോൾ ഭരണം വന്നാൽ ആവുന്നല്ലാണ്ട് ഈ പറയുന്ന 400 പാറ് ഈ 300 പാറ് അതൊന്നും നടക്കുന്ന എനിക്കൊന്നും തോന്നുന്നില്ല. അപ്പൊ എല്ലാവരും ആത്മവിശ്വാസം ഉണ്ടാവും, പരാജയത്തിനും ആത്മവിശ്വാസം ഉണ്ടാവും, വിജയിക്കാൻ പോകുന്നവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവും. എന്തായാലും കാണാമല്ലോ 4-ാം തീയതി. ശരി, ഓക്കെ. എന്തായാലും 4-ന് കാണാൻ ഇതെല്ലാം. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. ഡേവിഡ് വിജയ് ആണ്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യ മുന്നണിയുടെ ഈ വലിയ ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഒരടിസ്ഥാനമില്ല ഈ വിഷയത്തിൽ. ഇപ്പൊ രണ്ടാമത്തെ ഈ ആഴ്ചയിലോ കഴിഞ്ഞ ആഴ്ചയിലായിട്ട് രണ്ടാമത്തെ ചർച്ചയാണ് നിങ്ങൾ വയ്ക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ചങ്ങായിയായിരുന്നു, നിങ്ങളല്ല ഇതേ അഭിപ്രായം പറഞ്ഞതാണ്. കാരണം വടക്കേ ഇന്ത്യയിൽ ഇവിടുത്തെ സംസാരങ്ങൾ, ഞാൻ ഇപ്പൊ ജാംനഗറിലാണ് ഉള്ളത്, ഞാൻ സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് എറണാകുളത്ത് എത്തുള്ളൂ. ഞാൻ കേട്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി ഭൂരിപക്ഷം ആയി കഴിഞ്ഞു എന്ന് ഒരു ഡിസ്കഷൻ തുടങ്ങി. മറ്റേ മോഡി ആരെയൊക്കെ ആയിരിക്കണം. ഇപ്പൊ ഛത്തീസ്ഗഡ് അവരുടെ ഇന്ന് പോയി എന്ന് പറഞ്ഞാണ്, കോൺഗ്രസിന്റെ അടുത്ത് തിരിച്ചു പിടിച്ചു. രാജസ്ഥാൻ അവർ തിരിച്ചു പിടിച്ചു. അപ്പൊ അതുകൊണ്ട് ഒരു ചാൻസും ഈ ഖാർഗെയോ അവർക്കൊന്നും തോന്നുന്നില്ല. കാരണം പല സ്ഥലത്തും ഗുജറാത്തിൽ അവർക്ക് നിൽക്കാൻ സ്ഥാനാർത്ഥികളില്ല. ഇവിടെ സൂററ്റിലൊരു ചങ്ങായി പറഞ്ഞോ ഇലക്ഷനോ ഓഫീസർ ഇതായി തലേ ദിവസം ആ ചങ്ങായി നോമിനേഷൻ കൊടുക്കാതെ ഓടിപ്പോയിട്ട് BJP ചേർന്നിരിക്കുന്നു. എന്നിട്ട് ഇനി തിരിച്ചു പാടാ നീനെ തല്ലും കൊല്ലും പറഞ്ഞുകൊണ്ട് അവിടെ കോൺഗ്രസ്സുകാർ നിൽക്കുക. അങ്ങനെയൊക്കെ തല്ലിക്കൊന്നു കഴിഞ്ഞാലും വീണ്ടും അവർക്ക് എന്തെങ്കിലും മൈലേജ് കിട്ടുമോ? പട്ടി കടിച്ച മുറിവതിനെ തല്ലിക്കൊന്ന് ഉണങ്ങുമോ? അത് ചികിത്സിക്ക് തന്നെയാണ്. അതുപോലെ അതൊരു യോജിപ്പില്ലാത്തൊരു പോക്കാണ്. അതുകൊണ്ട് 400 സീറ്റ് കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ അമിത്ഷായുടെ ഭൂരിപക്ഷം ഏതാണ്ട് ഇത്തവണ ഭയങ്കര 5 ലക്ഷം ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത്യാർത്ഥികളുണ്ടാവും. ആരും അങ്ങനെ പ്രതിപക്ഷം വേണ്ടെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഖാർഗെ ആത്മവിശ്വാസത്തിൽ ഒരർത്ഥം ഇല്ല എന്നുള്ളതാണ് എന്റെ കാര്യം. ശരി, കാഴ്ചപ്പാട്. അങ്ങനെ നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്നും ഫൈസലാണ്. ശ്രീ ഫൈസൽ, താങ്കൾക്ക് പറയാം.
ക്ഷമിക്കണം, കോള് കട്ടായി തോന്നുന്നു. പിണറായിയിൽ നിന്നും ശ്രീ പ്രേമൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ പ്രേമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ എൻ ഡി എക്ക് വളരെയധികം സാധ്യത കൂടുതലായിരുന്നു. 400 എന്നുള്ളത് 300 കിട്ടുമെന്നൊരു പ്രതീക്ഷ ഞാനും കൂടി വെച്ചു പുലർത്തിയിട്ടുണ്ട്. പക്ഷേ അവസാന ഘട്ടത്തിൽ 3ഉം 4ഉം ഘട്ടം കഴിയുമ്പോൾ ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ തന്നെ ഒരു ഭയങ്കര ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞുവീശുന്ന ഒരു കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു ഒരു തോന്നല് അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു, 4ഉം 5ഉം ഘട്ടം കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ സാധ്യത ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് തൂക്ക് സഭക്കാണ് കൂടുതൽ സാധ്യത അവസാന ഘട്ടത്തില്. അങ്ങനെ ഒരു തൂക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ബി ജെ പിയുടെ കൂടെയാണോ കൂടുതൽ പാർട്ടികൾ പോകാൻ സാധ്യത, അതോ ഇന്ത്യ മുന്നണിയുടെ കൂടെ ആവും? വന്നു കഴിഞ്ഞാല് ഇപ്പോ പിന്നെ ഇത് ആന്ധ്രയില് ജഗൻമോഹൻ റെഡ്ഡി പിന്നെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്താ, ചന്ദ്രബാബു നായിഡു അവിടെ ബി ജെ പിയും ധാരണയിലായതിന്റെ പേരിൽ തന്നെ അവർക്ക് കുറച്ച് സീറ്റ് കിട്ടുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കൂടെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ഒറീസയിലെ ഗവൺമെന്റ് ഇപ്പൊ അവിടെ ഭരിക്കുന്ന പിന്നെ അവിടുത്തെ നവീൻ പട്നായിക്ക അവരും ഇന്ത്യ മുന്നണിയുടെ കൂടെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് സാധ്യത ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തൂക്ക് അവസ്ഥ തന്നെയാണ് സാധ്യത എന്നാണ് എന്റെ വിലയിരുത്തൽ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണൻ കൂടി ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ജൂൺ 4 കഴിഞ്ഞാൽ മോദിക്കും അമിത്ഷായ്ക്കും തൊഴിൽ രഹിതരായി മാറും എന്നൊക്കെ പറയുന്നുണ്ടോ? ഇതിൽ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അതിൽ ഒരു യാഥാർത്ഥ്യ ബോധമുണ്ട്? നമസ്കാരം സാർ. നമസ്കാരം. സംഘപരിവാർ പ്രസ്ഥാനം രാജ്യത്ത് 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 100% ആത്മവിശ്വാസത്തിലാണ്. 3ാം വട്ടവും നരേന്ദ്രമോദി അധികാരത്തിൽ വരും. ഇന്ത്യ മുന്നണി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കോൺഗ്രസ് 52 സീറ്റ് ഇപ്പൊ ഉണ്ട്. ഒരു ഔദ്യോഗിക പ്രതിപക്ഷ സ്ഥാനം കിട്ടിയാൽ മഹാഭാഗ്യം. അല്ലാതെ ഏത് സ്റ്റേറ്റിലാണ് സാർ ഇന്ത്യ മുന്നണിക്ക് ഒരു ശക്തി ഉണ്ടാകുന്നത്? ഏത് സ്റ്റേറ്റിലാണ്? നമ്മൾ നോർത്തിലെടുത്താൽ എവിടെയാ ഇന്ത്യ മുന്നണിക്ക് ഒരു ശക്തി നമുക്ക് ചിന്തിക്കാൻ പറ്റുക? അതുകൊണ്ട് ആരും 4ാം തീയതി വരെ എല്ലാവർക്കും ചോദിച്ചാൽ എല്ലാ സ്റ്റേറ്റിലും ബി ജെ പി അങ്ങനെ മാത്രം ജയിക്കുന്നതൊന്നും അല്ലല്ലോ, അല്ലാതെയുള്ള സ്റ്റേറ്റുകളൊക്കെ ഇല്ലേ? അല്ലാതെ സ്റ്റേറ്റുകൾ പലതും ഉണ്ട്. പക്ഷെ ഇവരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാ സാർ? പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര് വേണമെങ്കിലും. ഇപ്പോൾ 1ാം യു പി എ സർക്കാരിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാവുന്ന ആരെങ്കിലും കണ്ടതാണോ? മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അത് 2004 സാർ, അത് 2004. അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് 60 സീറ്റുകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ. ഇന്ന് 6 സീറ്റ് ഉണ്ടാവോ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്? അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് 4ാം തീയതി വരെ മനപ്പായസം എല്ലാവർക്കും ഉണ്ടാം. 4ാം തീയതി 12 മണിയാകുമ്പോൾ സാറിനല്ല ഇപ്പം തന്നെ അറിയാം. നിങ്ങളൊക്കെ ഈ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇന്ത്യ മുന്നണി ഇതാ വന്ന് പുലി വരുന്നേന്ന് പറഞ്ഞ പോലെ ഇമ്പോസിബിൾ ആണ് സാർ. ഇന്ത്യ മുന്നണി താങ്കളുടെ അഭിപ്രായം അങ്ങനെ ഇന്ത്യ മുന്നണി വരില്ല, 3ാം തവണയും ബി ജെ പി വരും എന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. നമുക്ക് ക്രിസ്റ്റഫറാണ് കൊല്ലത്തു നിന്നും. ശ്രീ ക്രിസ്റ്റഫർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യ മുന്നണി നേതാക്കൾ ഈ അവസാന ഘട്ടത്തിലാണ് ഇത്രയധികം ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത് ജൂൺ 4 കഴിഞ്ഞാൽ മോദിക്കും അമിത്ഷായും തൊഴിൽ രഹിതരാകും എന്നടക്കം പറയുന്നുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? കേൾക്കാമോ? എന്നെ കേൾക്കാമോ? കേൾക്കാമല്ലോ, പറഞ്ഞോളൂ. ഓക്കെ. ഇതിന് മാത്രമല്ല ഉത്തരം പറയേണ്ടത്. താങ്കൾ നേരത്തെ ആഡ് ചെയ്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. അമിത്ഷാ ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നു 300-ലധികം സീറ്റുകൾ നേടിക്കഴിഞ്ഞു എന്ന്. ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടത്. ഖാർഗെയെ പോലുള്ള ഇന്ത്യ മുന്നണിയുടെ ആളുകൾ പറയുന്നത് നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം അവരിൽ അർപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ അമിത്ഷാ 300-ലധികം സീറ്റ് നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്ന മറ്റൊന്നില്ല. താങ്കൾക്ക് അറിയാൻ പറ്റും, മനോരഞ്ജൻ റോയ് എന്ന് പറയുന്ന ഒരു വിവരാവകാശ പ്രവർത്തകൻ ബോംബെ ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. 20 ലക്ഷം EVM-കൾ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ എത്തിപ്പെട്ടില്ല. എന്നുവെച്ചാൽ EVM-കൾ പ്രൊഡക്ഷൻ നടത്തുന്ന 2 കമ്പനികൾ ECIL-ഉം BEL-ഉം ആണ്. ഇത് രണ്ടും ഭാരത സർക്കാരിന്റെ കീഴിലുള്ളത്. ഇവര് പ്രൊഡക്ഷൻ നടത്തിയ 20 ലക്ഷം EVM-കൾ അധികം കൊടുത്തുവിട്ടിട്ടുണ്ട് എന്ന് വിവരാവകാശ നിയമം വഴി കിട്ടിയിട്ടുള്ള RT രേഖകൾ വെച്ച് ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതുമായി കൂട്ടി വായിക്കേണ്ടത്, ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഒരു മണ്ഡലത്തിലെ EVM-കൾ സ്റ്റോർ ചെയ്തിരിക്കുന്നതിന് മുന്നിൽ വെച്ചുകൊണ്ട് 150ഓളം EVM മെഷീനുമായി ഒരു ട്രക്ക് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇതുവരെ ഏതൊക്കെ സ്ഥലത്ത് ഇതുപോലുള്ള ട്രക്കുകൾ ചെന്ന് നിന്നിട്ടുണ്ടാകും എന്നുള്ളത് വളരെ കൃത്യമായി ഈ പറയുന്ന അമിത്ഷായ്ക്ക് മനസ്സിലായിട്ടുണ്ടാകും. അവർക്ക് നല്ല കൃത്യമായ അറിവുണ്ടാകും. അതുകൊണ്ടാണ് ജനങ്ങളെക്കാൾ ഉപരി ജനങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ അങ്ങ് ജയിക്കുമെന്നുള്ള അഹങ്കാരത്തോടുകൂടി ഈ സംഘപരിവാർ തെമ്മാടികൾ സംസാരിക്കുന്നത്. അതാണ് എന്റെ പ്രശ്നം. ജനങ്ങളെ വിശ്വാസത്തിലെങ്കിൽ ഇവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇവര് ജനങ്ങളോടൊപ്പമല്ല, ഇവർക്ക് ഇനി ഇന്ത്യയിൽ പറയുന്നത് പോലെ EVM-ൽ
അങ്ങനെ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് എത്രയോ കാലം മുമ്പ് തന്നെ EVM-ൽ അവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ നിലപാട് സ്വീകരിക്കാമായിരുന്നു. അങ്ങനെ ഒരു കടുത്ത നിലപാടൊന്നും ഈ പ്രതിപക്ഷ ഐക്യമോ പ്രതിപക്ഷ പാർട്ടികളോ ഒന്നും അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ. ഇത് എല്ലാ തവണയും തെരഞ്ഞെടുപ്പിലുണ്ടാകുമ്പോൾ BJP തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പരാതിയില്ല, തോൽക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ഈ പരാതി എന്നൊക്കെ പറയുന്നില്ലേ? ഞാൻ താങ്കളോട് സൂചിപ്പിച്ചത് ഈ EVM-ന്റെ കേസ് കൊടുത്ത മനോരഞ്ജൻ റോയി എന്ന് പറഞ്ഞ വിവരാവകാശ പ്രവർത്തകൻ കോടതിയിൽ രേഖകൾ സഹിതം കൊടുത്തതിനെ കുറിച്ച് ഏതെങ്കിലും നേതാവ് മൈതാന പ്രസംഗം നടത്തിയ വിഷയമല്ല ഞാൻ താങ്കളോട് പറഞ്ഞത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കണ്ണൂരിൽ നിന്നും ശ്രീ ദാസനാണ്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യ മുന്നണി നേതാക്കൾ ഈ അവസാന ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്ന വലിയ ആത്മവിശ്വാസം, അതിന് എന്ത് അടിസ്ഥാനമുണ്ട്? ഒരടിസ്ഥാനമില്ല. അവർക്ക് അത്രയല്ലേ പറയാൻ പറ്റൂ. നമ്മൾ മനസ്സിലാക്കണ്ടേ, ഇപ്പോ UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ആസാം, ബംഗാൾ വരെയും BJPക്ക് നല്ല സ്വാധീനമാണ്. ഇപ്പൊ ഞാൻ ഈ BJPയിൽ കാണുമ്പോൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് ഇവരെല്ലാം കണക്കാണ്. കാര്യം ഒരു ഭാഗം വർഗീയവാദികളുടെ ഒരു ഭാഗത്ത്, മറ്റേ ഭാഗത്ത് ബാക്കി കോൺഗ്രസ് വന്നാലും വർഗീയവാദികളുടെ കളിയാണ്ടാവുക. ഏതായാലും എനിക്ക് തോന്നുന്നത് ഒരു 300 സീറ്റിനടുത്ത്, വലിയ 300-ലധികം ഇല്ലെങ്കിലും ഇപ്പൊ ഈ തമിഴ്നാടിലും കേരളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റിലും BJPക്ക് സ്വാധീനമുണ്ട്. ഈ 2 സ്ഥലത്തും മിക്കവാറും കിട്ടുകയായിരിക്കും. പിന്നെ ഏതെങ്കിലും കാരണം വെച്ചാൽ ഒരു 200-250 ഇന്ത്യ മുന്നണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പിറ്റേന്ന് തന്നെ മോദി ആൾക്കാരും കൂടെ ഒരു 10-20 ആൾക്കാരും കൂടെ ചാക്കിട്ട് പിടിക്കും. അത്ര കോടി വരെയും കൊടുക്കാൻ പൈസ കയ്യിലുണ്ട്. അതുകൊണ്ട് അടുത്ത ഗവൺമെന്റ് മിക്കവാറും നമ്മുടെ മോദിനായിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പേരൂർക്കടയിൽ നിന്നും ശ്രീകല കൂടി ചേരുന്നുണ്ട്. ശ്രീകല, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ത്യ മുന്നണി നേതാക്കൾ ഈ അവസാന നിമിഷം പ്രകടിപ്പിക്കുന്ന വലിയ ആത്മവിശ്വാസം, അത് എന്തുകൊണ്ടാവും അവരങ്ങനെ പറയുന്നത്? ശ്രീ അൽത്താഫാണ് എരുമേലിയിൽ നിന്നും. ശ്രീ അൽത്താഫ്, താങ്കൾക്ക് പറയാം. സാർ, ഇതിനകത്ത് നമുക്ക് BJPക്ക് ഇപ്പൊ ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് തന്നെ വിചാരിക്കൂ. ഈ ഭൂരിപക്ഷം 270-ൽ താഴെയാണ് സീറ്റ് ലഭിക്കുന്നതെന്ന് വിചാരിക്കൂ. എന്താണ് അവസ്ഥ? എത്ര ആളുകളെ അപ്പുറത്തുനിന്ന് വിലക്ക് മേടിച്ചെന്ന് ചോദിച്ചാൽ മതി. അത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ അട്ടിമറിച്ച് കീഴ്മേൽ മറിക്കാൻ ശക്തിയുള്ള ഒരു പാർട്ടിയാണ് BJP. അത്തരമുള്ള ഒരു സംവിധാനം അവർക്കുണ്ട്. ആ സംവിധാനങ്ങളുടെ മുഴുവൻ ബലത്തിലാണ് ഇപ്പൊ ഇത്രയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ജയിച്ചിട്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം UP-യിൽ നിന്ന് ഒരു ആള് 8 വോട്ട് ചെയ്തെന്നാണ് പറയുന്നത്. 8 വോട്ട്. അവിടെ ഏജന്റുമാരുണ്ട്, അവിടെ ഈ പോളിംഗ് ഓഫീസർമാരുണ്ട്, അവിടെ ഇവര് പ്രിസൈഡിംഗ് ഓഫീസർമാരുണ്ട്. ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ 8 വോട്ട് ചെയ്യാൻ ധൈര്യമുള്ളപ്പോൾ എത്രത്ത് കള്ളവോട്ട് ചെയ്ത് കാണും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 400 സീറ്റ് എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ഇതിനകത്ത് BJP തന്നെയാണ് വീണ്ടും വരാൻ സാധ്യത. ഇന്ത്യ മുന്നണിയെ വിലയ്ക്ക് വാങ്ങാനുള്ള എല്ലാ ശക്തി ഇവർക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യ മുന്നണിക്ക് എത്ര സീറ്റ് കിട്ടിയാലും അതിനകത്ത് എത്ര പേര് ഇലക്ഷൻ കഴിയുന്ന ദിവസം ഇവിടെ നമ്മളെ ഇന്ത്യ മുന്നണിയോട് കാണും. ഇന്ത്യ മുന്നണി വ്യക്തമാണ്. നമുക്ക് ശ്രീ ജയകുമാർ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, താങ്കൾ കേട്ട് കാണുമല്ലോ ഖർഗെയുടെ അടക്കം അഭിപ്രായം. താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. പിന്നെ ഈ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ പ്രധാനമന്ത്രിയുടെ പരിഭ്രമവും വെപ്പാളവും ബഹളവും കണ്ടപ്പോഴത്തേക്കാണ് ഈ ജനത്തിനൊരു പ്രതീക്ഷ വന്നു തുടങ്ങിയത് ഇന്ത്യ മുന്നണിയെ പറ്റി. ഇദ്ദേഹത്തിന്റെ ഈ നമ്മൾ കാണുന്നതല്ലേ, ഈ ആദ്യ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ആകെ ഒരു വെപ്പാളവും ഒരു ഭ്രാന്തം പിടിച്ച മട്ടിലുള്ള നടപ്പോ കണ്ടപ്പോഴാണ് ഒരു പ്രതീക്ഷ വന്നത്. പിന്നെ ഖാർഗെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഇനിയും പലർക്കും നടക്കാനില്ലേ, ഇതൊക്കെ പറഞ്ഞാലേ 2 സീറ്റെങ്കിലും കൂടുതൽ കിട്ടുള്ളൂ. ഇനി അഥവാ ഇന്ത്യ മുന്നണി ജയിച്ചാൽ തന്നെ ദേവന്മാർ അത് ഭരിക്കാൻ സമ്മതിക്കില്ല, അവരായിരിക്കും ഭരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. വട്ടപ്പാറയിൽ നിന്നും ശ്രീ റോബിയാണ്. ശ്രീ റോബി, ഈ അവസാന നിമിഷമാണ് ഖർഗെ അടക്കം കടത്തി പറയുന്നത് ജൂൺ 4 കഴിഞ്ഞാൽ മോദിയും അമിത്ഷായും തൊഴിൽ രഹിതരാകുമെന്ന്. എന്താവും ഇങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് പറയാൻ കാരണം? താങ്കൾ ടെലിവിഷൻ മ്യൂട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടെലിവിഷൻ മ്യൂട്ട് ചെയ്ത ശേഷം ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് പറയുക. സാറേ, അത് മെയിനായിട്ട് പറയാൻ കാരണം കഴിഞ്ഞ താങ്കൾ ആ ടെലിവിഷൻ മ്യൂട്ട് ചെയ്യുക. ഹലോ സാറേ, കേൾക്കാമോ? താങ്കൾ ആ ടെലിവിഷൻ മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഹലോ, ദയവേത് എല്ലാ പ്രേക്ഷകരോടും കൂടിയാണ് പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ ടെലിവിഷൻ മ്യൂട്ട് ചെയ്ത ശേഷം ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായത് സംപ്രേഷണം ചെയ്യാൻ കഴിയൂ. മറ്റൊരു പ്രേക്ഷകരുണ്ട്, എറണാകുളത്ത് നിന്നും CP വേണു ആണ്. ശ്രീ CP വേണു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ആത്മവിശ്വാസത്തിന് ഏതെങ്കിലും തരത്തിൽ അടിസ്ഥാനമുള്ളതായി തോന്നുന്നുണ്ടോ? ഹലോ ഹലോ ശ്രീ വേണു അല്ലേ? നമുക്ക് കൊല്ലത്ത് നിന്നും ശ്രീ മുരളിയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ മുരളി, താങ്കൾക്ക് പറയാം.
സാർ, ഇത് നമുക്ക് വേണ്ടുന്നത് ശക്തനായ ഒരു നേതാവാണ് നമ്മുടെ ഭാരതത്തിന് വേണ്ടുന്നത്. ഈ 52 മുന്നണിയിൽ ആരാണ് പ്രധാനമന്ത്രി? നമുക്ക് പറയാൻ പറ്റുമോ? ഒക്കത്തില്ല. മമതാ ബാനർജി ഉണ്ട്, അഖിലേഷ് യാദവ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇത് ഇവരെല്ലാം ഇന്ത്യ നയിക്കാൻ ശേഷിയുള്ള ആളുകളല്ലേ? അവരൊക്കെ മോശക്കാരല്ലല്ലോ. ഇവർ ഈ 52 പാർട്ടി 52 ഇപ്പം തന്നെ തമ്മിൽ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ നമ്മുടെ രാജ്യം അന്യാധീനപ്പെടാതെ ശക്തമായ രാജ്യം ഇത്രയും കാലവും അന്യാധീനപ്പെടാതെ നിന്നില്ലേ? അത് നിന്നത് കൊണ്ട് അത് ശക്തമായ ഭരണം ഉണ്ടാകേണ്ട, ഭിന്നിച്ച ഭരണം ഉണ്ടാവേണ്ടത് സാധ്യമാണ്. നമുക്ക് പറയാൻ കഴിയുക അത് ഭിന്നിച്ചൊരു ഭരണമേ ഉണ്ടാവൂ എന്ന്? അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. കേരളത്തിലൊക്കെ എത്രയോ കാലമായി മുന്നണി ഭരണ സംവിധാനമുണ്ട്. ഇത്രയും സ്റ്റേബിളായി ഭരിക്കുന്നില്ല. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും സ്റ്റേബിളായി കേരളത്തിന്റെ ഭരണം. അത് ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും പോകുന്നില്ലേ? അതിപ്പം നമ്മൾ ആ വെള്ളപ്പൊക്കം കാണുന്നുണ്ടല്ലേ? ഭരണത്തിന്റെ എന്ത് നന്മയാണുള്ള വെള്ളപ്പൊക്കത്തിൽ കഷ്ടപ്പെടുന്നവരെ എത്രയും പേരാണ്. ഏതെങ്കിലും ഒരു ചെറിയ വിഷയം വെച്ചല്ലേ ഞാൻ പറഞ്ഞത്. കേരളത്തിന്റെ പൊതുവായ അവസ്ഥയിൽ മുന്നണി സംവിധാനം വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നതല്ലേ? ഇന്ത്യയിൽ UPA സർക്കാർ മുന്നണി സംവിധാനം വളരെ വിജയകരമായി പോയിട്ടില്ല. അപ്പോൾ അത് പോകില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എഡി ആയാലും ഒരു മുന്നണിയല്ലേ? മുന്നണിയൊക്കെ തന്നെ ഈ അധികാരത്തിന് വേണ്ടി, അതായത് ഒരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവർ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് ഇതിപ്പോ പ്രശ്നം തന്നെയാണ്. അത് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും അവർ പറഞ്ഞു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലല്ലോ മത്സരിക്കുന്നത്, പാർട്ടികളല്ലേ മത്സരിക്കുന്നത്. അതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു ഒന്നാം UPA സർക്കാർ ഉണ്ടായപ്പോൾ ഏതെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഒരു സർക്കാർ ഉണ്ടായില്ല. അതിപ്പോ അതൊക്കെ എത്രയോ തവണ ഇന്ത്യ തെളിയിച്ചാണ് അതൊന്നും വേണ്ട എന്ന്. വേണ്ട, നമുക്ക് യാഥാർത്ഥ്യങ്ങളോട് കണ്ണടച്ചിട്ട് കാര്യമില്ല. അത് യാഥാർത്ഥ്യത്തോട് കണ്ണടക്കരുതെന്നാണ് എനിക്കും പറയാനുള്ളത്. ശരി സാർ, ശരി സാർ, ശരി, ഓക്കെ. എന്തായാലും നമുക്ക് അഭിലാഷ് കൂടിയുണ്ടോ കോട്ടയത്ത് നിന്നും? ശ്രീ അഭിലാഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യ മുന്നണിക്ക് ഈ അവസാന നിമിഷം ഉണ്ടായ ആത്മവിശ്വാസം എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, അതോ ഈ അവസാന നിമിഷത്തെ ഒരു തള്ളു മാത്രമാണോ? ഇന്ത്യ മുന്നണിക്ക് സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ, ശരി, പറഞ്ഞോളൂ. ഇന്ത്യ മുന്നണിക്ക് സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യ മുന്നണി ഒരു ഒത്തൊരുമയോടെ പോവുകയാണെങ്കിൽ അധികാരം കിട്ടുമെന്നാണ് തോന്നുന്നത്. കാരണം മോദിയുടെ ഭരണം വളരെ മോശമാണ്. ഹലോ, കേൾക്കാം. ശരി, നമുക്ക് BJP-ക്ക് ഒരു 200-ൽ താഴെയായിരിക്കും ഇത്തവണ സീറ്റ്. ശരി, ഓക്കെ. നമുക്ക് കണ്ണൂരിൽ നിന്നും ശ്രീ ഷമീർ കൂടി ചേരുന്നുണ്ടോ? ശ്രീ ഷമീർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഖർഗെ അടക്കം പറഞ്ഞിരിക്കുന്നത് ജൂൺ 4 കഴിഞ്ഞാൽ മോദിയും അമിത്ഷായും തൊഴിൽ രഹിതരാകും എന്നാണ്. ഇത്ര ആത്മവിശ്വാസം തോന്നാനുള്ള കാരണം എന്താവും? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം ഇവർക്ക് കിട്ടുന്ന ആ ഒരു ആൾക്കൂട്ടത്തിന്റെ വ്യാപനങ്ങൾ കാരണമാണ് ഇവർക്ക് ഇത്രയും സീറ്റ് കിട്ടുക എന്നുള്ളൊരു വിശ്വാസം വരുന്നത്. ശരിക്കും നമുക്ക് കഴിഞ്ഞ 2019 പിന്നെ ലോക്സഭാ ഇലക്ഷനുമായി അല്ലെങ്കിൽ ആ BJP കിട്ടിയിരിക്കുന്ന MP സീറ്റുമായി നമുക്ക് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 50% കൂടുതൽ വോട്ടുകൾ നേടിയ ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. ഇവിടെ എങ്ങനെ പിന്നെ കോൺഗ്രസ് മുന്നേറും എന്നുള്ളത് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ മുന്നേറേണ്ട ഒരു ഗ്രൗണ്ട് കപ്പാസിറ്റി ഒന്നും കോൺഗ്രസിന് ഈ കുറച്ച് നാളുകൾക്ക് കൊണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര കൊണ്ട് സാധിച്ചു എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ ജാട്ട് വോട്ടുകളിൽ വന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് രാജസ്ഥാനിലും അതുപോലെ തന്നെ ഗുജറാത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ കാണുമെങ്കിൽ കൂടി ഗുജറാത്തിൽ അത് സീറ്റായി മാറാൻ പോകുന്നില്ല. എന്നാൽ രാജസ്ഥാനിലെ 3-4 സീറ്റുകൾ BJP-ക്ക് നഷ്ടപ്പെട്ടേക്കാം. അതുപോലെ തന്നെ UP-യിൽ കഴിഞ്ഞ പ്രാവശ്യം മായാവതിയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും ഒന്നിച്ചാണ് മത്സരിച്ചത്. ഇപ്രാവശ്യം കോൺഗ്രസുമായിട്ടാണ് ഒന്നിച്ച് മത്സരിക്കുന്നത്. കോൺഗ്രസിന് ഈ 2 മണ്ഡലങ്ങളിൽ വെച്ച് വേറെ എവിടെയാണ് കോൺഗ്രസിന് ശക്തിയുള്ളത്? അപ്പൊ അത്തരത്തിൽ വരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരു BJP-കാരനല്ല, നേരെ മറിച്ച് കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് ദേശീയ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കോൺഗ്രസിന് നോർത്ത് ഇന്ത്യയിൽ ചില സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ടേക്കാം. മുംബൈയിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ബീഹാറിലും കുറച്ച് സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ടേക്കാം. അത് ആന്ധ്രയിൽ നിന്നും ബംഗാളിൽ ചിലപ്പോൾ നമുക്ക് ലാസ്റ്റ് കാണുന്ന ഒരു ട്രെൻഡ് പ്രകാരം ബംഗാളിൽ നിന്ന് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. എങ്കിൽ കൂടി അത് ആന്ധ്രയിലും തെലങ്കാനയിലും കൂടി വരുന്ന സമയത്ത് കുറച്ച് സീറ്റുകളുടെ നഷ്ടം എന്നല്ലാതെ NDAക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സീറ്റ് എണ്ണം കുറഞ്ഞാലും അധികാരത്തിലേറുമെന്നാണ് പറയുന്നത്. നമുക്ക് മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. പിന്നെ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം ഉണ്ടെന്നുള്ള വിഷയം അല്ലേ? അപ്പൊ അതെ, അവർക്കൊരു ആത്മവിശ്വാസം തന്നെയാണ് കേട്ടോ സാറേ, പറഞ്ഞോളൂ. അപ്പൊ അതെ, ഇപ്പൊ പല കാര്യങ്ങളുകൊണ്ടും ഇപ്പൊ അവസാനം വെച്ചിട്ട് ആത്മവിശ്വാസം വർദ്ധിച്ചേക്കുക. കാരണം ഒന്ന്, ആ ഡൽഹി മുഖ്യമന്ത്രിനെ അറസ്റ്റ് ചെയ്ത് രണ്ടാമത് വിട്ടല്ലോ, അത്
വൻ നേട്ടാണ് ഇവർക്കില്ലത് ഇന്ത്യ മുന്നണിക്ക്. പിന്നെ രണ്ടാമത് മറ്റേ ഭരിക്കുന്ന പാർട്ടിക്ക് പല കാര്യങ്ങളും പല പ്രകടന പത്രിക പറഞ്ഞത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊന്നും നടപ്പിലായിട്ടില്ല എന്ന് മാത്രമല്ല, ഓരോരുത്തരുടെ അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞതും മറ്റും മറിച്ചും വേറുള്ളതും പെട്രോളും പിന്നെ ഡീസലും വേറുള്ളതും ഗ്യാസും വേറെ ഇതിനൊന്നും വേണ്ടതുപോലെ സഹായിച്ചിട്ടില്ല ജനങ്ങളെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഭൂരിപക്ഷം കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്നും ചില ആൾക്കാരെ അതിൽ ചാക്കിട്ട് പിടിച്ചിട്ട് അവരൊരു പക്ഷേ ഭരണം ഉണ്ടാകാനുള്ള സാധ്യതയും വരുന്നുണ്ട്. ഓക്കെ, അത്രേ പറയാനുള്ളൂ സാർ. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വളരെ വ്യത്യസ്തമായതും വൈരുദ്ധ്യം നിറഞ്ഞതുമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. ഇന്ത്യ മുന്നണിക്ക് അത്തരമൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കാരണങ്ങളുണ്ട്. ഈ രാജ്യത്താകമാനം ഈ സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വികാരമുണ്ടെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലേറും എന്നും ഉറപ്പിച്ചു പറഞ്ഞവരുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ ഒരു സംശയമേ എവിടെയുമില്ല, മൂന്നാം തവണയും മോദി തന്നെ, അതിൽ യാതൊന്നും സംശയിക്കേണ്ടതില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞവരും അങ്ങനെയല്ല, മോദി തന്നെ കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ കഷ്ടിച്ചുള്ള ഭൂരിപക്ഷമേ അല്ല, ഈ 400-നപ്പുറമൊന്നും കടക്കില്ല. 272 കിട്ടി ഭൂരിപക്ഷത്തിന് ഭരിക്കാൻ കഴിഞ്ഞേക്കും. ചിലപ്പോൾ അതിൽ കുറഞ്ഞു കിട്ടിയാലും മറ്റു പാർട്ടികളൊക്കെ ചാക്കിട്ട് പിടിച്ച് BJPക്ക് ഭരണത്തിലേറാൻ കഴിഞ്ഞേക്കും എന്ന് പറഞ്ഞവരുമുണ്ട്. എന്തായാലും സ്വാഭാവികമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ പൊതുവേദിയിലെ അഭിപ്രായങ്ങളും വ്യത്യസ്തമായിരുന്നു. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.